In this video, we are going to learn cell references. ഒരു സെല്ല് മറ്റൊരു സെല്ലിനെ എങ്ങനെ റെഫറൻസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. There are three types of cell references. One is relative, absolute and mixed. So these are the three types of cell references available in Microsoft Excel application. Let's look. First one is relative. How it will work? നമുക്ക് നോക്കാം. റിലേറ്റീവ് അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴോട്ട് സ്റ്റുഡൻസ് നെയിമും ഫൈൻ. ഇവിടെ സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണണം. അതുപോലെ സ്റ്റുഡൻസ് നെയിമാണ് ഇവിടെ താഴോട്ടുള്ള ഒരു 4 നെയിമാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആളുടെ മാർക്സ് എൻട്രി ചെയ്യാണ്. Sorry. Alright. നമ്മൾ ഈ 4 സ്റ്റുഡൻസിനെ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ ഓരോരുത്തർക്കും 3 സബ്ജക്റ്റിലും കൂടി കിട്ടിയ ടോട്ടൽ മാർക്ക് എത്ര എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇതിന് നമ്മളായിട്ട് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈക്വൽ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എക്സലിന് മനസ്സിലാവും ഇതൊരു ഫോർമുലയാണ് എന്നുള്ളത്. സോ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമുക്കറിയാമല്ലേ, ഇതിൻ്റെ കോളം എഫ് ആണ്, റോ 7 ആണ്. സോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ F7 ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. F7 പ്ലസ് G7 പ്ലസ് H7 എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുക. ഫൈൻ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് 3ലും 45, 40, 41 എന്നുള്ള 3 നമ്പേഴ്സ് മാർക്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടലാണ് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് കോർണറിൽ ഫൈൻഡ് ചെയ്തത്. അത് ചെയ്തത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിനു വേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എക്സലിന് മനസ്സിലാവും. ഇറ്റ്സ് എ ഫോർമുല ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. ഓക്കെ, ഓൾറൈറ്റ്. സോ സെൽ ഫിസിക്സിലെ 45 സെൽ F7 ആണ്. അതുപോലെ 40 സെൽ G7 ആണ്. H7 മാത്സിലെ 41 എന്നുള്ള മാർക്കുണ്ട്. ഇത് 3 നമ്മൾ ഈ ഫോർമുല അനുസരിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വാല്യൂ റൈറ്റ് ഹാൻഡ് കോർണറിൽ വരും. ഓക്കെ, ഇനി നമുക്കിതിനെ താഴത്തോട്ട് എടുക്കണം അല്ലേ. സോ എന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലോട്ടും അതിൻ്റെ വാല്യൂ വരും. ഓൾറൈറ്റ്. സോ ഇത് ഒരു മെത്തേഡാണ്. നമുക്ക് ഇതേ മെത്തേഡ് നമുക്ക് വേറെ രൂപത്തിലും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. കാരണം നമുക്ക് തൗസൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് എങ്കിൽ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇസ് നോട്ട് ദാറ്റ് മച്ച് applicable. So what we can do, we have to select this. Okay, select all, then equals this cell
plus this cell plus this one. Okay, then press Control Enter. Press Control Enter. Fine. Okay. ഇപ്പോൾ എന്തായി, നമ്മൾ റിലേറ്റീവ് റെഫറൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോളത്തിലെ ഈ ഒരു സെല്ലിലെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 സെല്ലിനെയും ഡിപ്പെൻഡ് ചെയ്തു അല്ലേ. ഇതാണ് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബാക്കി കോളത്തിലോട്ട് സെല്ലിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഫൈൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. സോ ഹിയർ ഐ ടേക്ക് ദ സെയിം എക്സാമ്പിൾ വിച്ച് വൺ വി യൂസ്ഡ് ഫോർ റിലേറ്റീവ് റെഫറൻസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരു 150 എൻട്രി ചെയ്യാണ്. ഔട്ട് ഓഫ് 50ലാണ് മാർക്സ് കൊടുക്കുന്നത്. ആ കൺസെപ്റ്റിലാണ് ഞാനിവിടെ 150 എൻട്രി ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണാനുള്ളത്. പെർസെൻറ്റേജ്. സോ ഐ ആം ഹിയർ റൈറ്റിംഗ് പെർസെൻറ്റേജ്. ഓക്കെ, സോ എന്ത് ചെയ്യണം, 126 150ൽ എത്ര ആണെന്ന് നോക്കണം അല്ലേ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽസ് cell divided by cell. Okay, 84% എന്ന് കാണുന്നുണ്ടല്ലേ. സോ out of 150 126 is equal to 84%. that is correct. ബട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം റോങ് ആയി വന്നു. കാരണം എന്താ, ഇവിടെ ഇതിൻ്റെ ഇവിടെ ഫോർമുലയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ I9 ഡിവൈഡ് ബൈ J7 എന്ന് വരുന്നതായിട്ട് കാണാം. സോ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് 84% കറക്റ്റാണ്. ഓക്കെ, ബട്ട് നെക്സ്റ്റ് സെല്ലെടുത്ത് നോക്കുമ്പോൾ ഇവിടെ I10 ഡിവൈഡ് ബൈ J7 എന്നുള്ളതായി അല്ലേ. സോ നമുക്ക് ആക്ച്വലി ഇത് J7 ആണ്, പക്ഷെ ഇവിടേക്ക് പോയ സമയത്ത് ഇത് J8 ആയി, ഇവിടേക്ക് പോയ സമയത്ത് J9 ആയി. ബട്ട് നമുക്ക് വി ഹാവ് ടു ഫിക്സ് ദിസ് സെൽ. J7 എന്നുള്ള സെല്ല് നമുക്ക് ഫിക്സ് ചെയ്യണം. കറക്റ്റ് അല്ലേ? അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോളർ സിമ്പിൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഡോളർ സിമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇനി നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, എല്ലാം വന്നു അല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് റിലേറ്റീവ് റെഫറൻസ് ആണ് വർക്കായത്. ഇപ്പോൾ ഇത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ് വർക്കായത്. അബ്സല്യൂട്ട് റെഫറൻസ് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് റെഫറിങ് എ പെർട്ടിക്കുലർ സെൽ. ഓക്കെ, ഇവിടെ നമ്മൾ 150 എന്നുള്ള J7നെയാണ് നമ്മൾ റെഫർ ചെയ്തത് ഫോർ ഫൈൻഡിങ് ദ പെർസെൻറ്റേജ്. ഓൾറൈറ്റ്, സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത്
മിക്സഡ് റെഫറൻസ് ആണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രൈസ് റോയിൽ നമുക്ക് പ്രൊഡക്ട്സും സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 5ന് ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും പ്രൈസിൽ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് മൾട്ടിപ്പിൾ ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾ സപ്ലയേഴ്സ് ഉണ്ടാകും, അവരോരോ പ്രൈസ് പറയും. ആ പ്രൈസ് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ലീസ്റ്റ് പ്രൈസ് എന്ന് കണ്ടെത്തിയിട്ട് പ്രൈസ് കമ്പാരിസൺ എല്ലാം ചെയ്യാൻ പറ്റുമല്ലേ. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗെയിൻ ദിസ് കോളൻ മൾട്ടിപ്പിൾ ബൈ ദിസ് കോളൻ എൻ്റർ. സോ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. സോ നമുക്ക് ആൻസർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇവിടെ 4 × 2 40 ആണ് വന്നേക്കുന്നത്. ആക്ച്വലി ഇവിടെ വരേണ്ടത് 8 ആണ്. ബട്ട് ഈ റോ ഇല്ലേ 5 × 2 10, ദാറ്റ്സ് കറക്റ്റ്. 5 × 3 30 ആണ് വന്നേക്കുന്നത്, ദാറ്റ്സ് റോങ് അല്ലേ. സോ അതിനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10-ല് ഇവിടെ G7 ആണ് യൂസ് ചെയ്തേക്കുന്നത്, ഇവിടെ H7 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ബട്ട് H7 × G8 ആണ്. സോ ഇവിടെ ആൻസർ മൊത്തം തെറ്റായിപ്പോയി അല്ലേ. ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് മിക്സഡ് റെഫറൻസ്. മിക്സഡ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അബ്സല്യൂട്ട് റെഫറൻസിൻ്റെ അകത്ത് നമ്മൾ കോളത്തിനെ അതായത് സെല്ലിനെ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ സെല്ലിനെയും അതുപോലെ തന്നെ റോയിനെയും ഫ്രീസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിതിവിടെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽസ് ഇട്ട് ദിസ് 1 × ദിസ് സെൽ ഈക്വൽസ് ഫൈൻ. സോ നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് ആൻസർ റോങ് ആയിട്ടുണ്ട്. കാരണം 4 × 2 8 വരേണ്ടടുത്താണ് ഇപ്പോൾ 40 വന്നേക്കുന്നത് അല്ലേ. സോ ഇപ്പോഴും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് റിലേറ്റീവ് റെഫറൻസ് ആണ്. അതാണ് ഈ ഒരു പ്രോബ്ലം വരാനുള്ള റീസൺ. സോ ഹൗ ക്യാൻ വി ഫിക്സ് ഇറ്റ്? പ്രീവിയസ്ലി വി ഓൾറെഡി ഡിസ്കസ് അബൌട്ട് ഹൗ ടു ഫ്രീസ് വൺ സെൽ ഇൻ ദ കോളം കറക്റ്റ് ഇൻ അബ്സല്യൂട്ട് റെഫറൻസ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അബ്സല്യൂട്ട് റെഫറൻസിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ റോയിൽ ഈ ഒരു 2 സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ആൻസറിൽ കിട്ടുന്നുണ്ടല്ലേ. 10, 4 × 2 = 8, 3 × 2 = 6, 3 × 2 = 5, 2 = 10. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടല്ലേ. ഇനി നമുക്കൊന്ന് ഇതിനെ റൈറ്റ് കോർണറിലോട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ റോങ് ആയിപ്പോയി. കറക്റ്റ്. നമുക്ക് ഫസ്റ്റ് റെഫറൻസ് സാധാരണ റെഫറൻസ് അതായത് റിലേറ്റീവ് റെഫറൻസ് അപ്ലൈ ചെയ്തപ്പോൾ എല്ലാ റോയിലും ബേസ്ഡ് ഓൺ എ സെൽ റോങ് ആയി. ഇപ്പോൾ അബ്സല്യൂട്ട് റെഫറൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു സെല്ലിന് അഗെയിൻസ്റ്റുള്ള 1 കോളത്തിന് അഗെയിൻസ്റ്റുള്ള റോസ് എല്ലാം കറക്റ്റായി, ബട്ട് ബാക്കിയെല്ലാം റോങ് ആയിപ്പോയി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അബ്സല്യൂട്ട് റെഫറൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് റിലേറ്റീവ് റെഫറൻസിലാണ് ഇപ്പോൾ വർക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റോങ് ആവാനുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെല്ല് കോളത്തിലുള്ള സെല്ല് ഫ്രീസ് ചെയ്ത പോലെ തന്നെ റോയിലുള്ള സെല്ലും ഫ്രീസ് ചെയ്യണം അല്ലേ. ഓക്കെ, സോ വാട്ട് വി ക്യാൻ ഡു, ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് അപ്ലൈ ചെയ്തപ്പോൾ ആ റോ കറക്റ്റായി അല്ലേ, ആ കോളത്തിന് അഗെയിൻസ്റ്റുള്ള റോ കറക്റ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം,
കോളം ഫ്രീസ് ചെയ്ത പോലെ റോയിലുള്ള ആ കോളം കൂടി ഫ്രീസ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, അഗെയിൻ ഗോ ബാക്ക്. Then alright, നമുക്കിപ്പോൾ ആൻസർ കറക്റ്റ് ആയല്ലേ. സോ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെല്ലിൻ്റെയും പെർട്ടിക്കുലർ റെഫറൻസ്, മിക്സഡ് റെഫറൻസ്, നമ്മൾ ഈ 20 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സെല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ആണല്ലേ. അബ്സല്യൂട്ടിൽ നമ്മൾ ഒന്ന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ സെൽസിനെയാണ് ഒരേ ഒരു സെല്ലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എത്ര സെൽസിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ 3 എക്സാമ്പിളും റിലേറ്റീവ്, അബ്സല്യൂട്ട് ആൻഡ് മിക്സഡ് റെഫറൻസ് നിങ്ങളുടേതായ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു.